കേരളീയ ദർശൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടി എന്ന പരിപാടിയിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ജയിലിലാണ്. മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ ജയിലിൽ പോകുന്ന ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി എന്ന ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. ജയിലിൽ പല നേതാക്കന്മാരും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഗാന്ധിജി മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ പല ഉന്നത നേതാക്കന്മാരും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഗാന്ധിയെ പോലുള്ളവർ ജയിലിൽ കിടന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരവുമായി ബന്ധപ്പെട്ടാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നേതാക്കന്മാരെല്ലാം പല കാലഘട്ടങ്ങളിലായി സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിലായാലും അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പരിപാടിയുടെ ഭാഗമായാലും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജയിലിൽ പോയിട്ടുള്ള അനവധി നേതാക്കൾ ഇന്ത്യയിലുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ, ജയപ്രകാശ് നാരായണനെ പോലുള്ളവർ, അടൽ ബിഹാരി വാജ്പേയിയെ പോലുള്ളവർ, AK ഗോപാലിനെ പോലുള്ളവർ, അങ്ങനെ ആ പട്ടിക നീണ്ടു പോകും. പക്ഷെ ആ ജയിൽവാസത്തിനെല്ലാം വളരെ അഭിമാനത്തോടെയാണ് ജനങ്ങൾ കണ്ടത്. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, നാടിന്റെ ആവശ്യത്തിന് വേണ്ടി, വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജയിലിൽ പോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിനല്ല ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ ജയിൽവാസം അനുഭവിക്കുന്നത്. ഇതിനു മുമ്പ് ജയിൽവാസം അനുഭവിച്ച മുൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിന്ന ശേഷമാണ് പലരും ജയിൽവാസം അനുഭവിച്ചത്. ലാലു പ്രസാദ് യാദവ് ആയാലും അതുപോലുള്ള ശ്രീമതി ജയലളിത ആയാലും കരുണാനിധി ആയാലും അങ്ങനെ പലരും മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷമാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്. ഇവരെല്ലാം ജയിൽവാസം അനുഭവിച്ചതിന് കാരണമായത് അഴിമതി എന്ന പദത്തിൽ ഊന്നിയ ചില പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അഴിമതി നടത്തിയെന്നുള്ള ആരോപണം, അഴിമതിയിലൂടെ കോടികൾ സമ്പാദിച്ചു എന്നുള്ള ആരോപണം, നിയമം തെറ്റായി കൈകാര്യം ചെയ്തുകൊണ്ട് അഴിമതി നടത്താൻ വേണ്ടി നിയമത്തെ സൗകര്യപൂർവ്വം മാറ്റി വളച്ചൊടിച്ചു തുടങ്ങിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായാണ് പല നേതാക്കന്മാരും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ കെജ്രിവാൾ ജയിൽവാസം അനുഭവിക്കുന്നത് മദ്യനയത്തിൽ വരുത്തിയ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അഴിമതി നടന്നു എന്ന് അത് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസി ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് കൊണ്ടാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന് 9 പ്രാവശ്യം സമൻസ് അയച്ചു എന്നാണ് പറയുന്നത്. സാധാരണ നിലയിൽ 2 പ്രാവശ്യം സമൻസ് അയച്ചാൽ ആ സമൻസ് കൈപ്പറ്റി അതിനു വേണ്ടുന്ന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ 3ാമത് വാറണ്ട് അയക്കുകയാണ് സാധാരണ പതിവ്. എന്നാൽ കെജ്രിവാളിന് 3ാമത് വാറണ്ട് അയച്ചില്ല എന്ന് മാത്രമല്ല 9 പ്രാവശ്യം സമൻസ് അയച്ചു. എന്നിട്ടും അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ഹാജരായില്ല. അത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമാണ് വിശദീകരിക്കേണ്ടത്. നമ്മൾ ഒരു കാര്യത്തെ വിലയിരുത്തുമ്പോൾ സാധാരണ നമുക്ക് താല്പര്യമുള്ള ആളിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള
പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. അതിന്റെ മറുവശം കൂടി കണക്കിലെടുത്ത് വേണം നമ്മളൊരു സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ അതിന് വേണ്ടുന്ന കാരണങ്ങൾ വിശദമാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട് ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു? 9 പ്രാവശ്യം സമൻസ് അയച്ചിട്ടും അദ്ദേഹം EDയുടെ മുന്നിൽ ഹാജരാവാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആ സമൻസ് വാറണ്ടാക്കിക്കൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കി. കോടതി അദ്ദേഹത്തെ 10 ദിവസം റിമാൻഡ് ചെയ്തിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവട്ടെ അദ്ദേഹത്തെ 7 ദിവസം കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. ആ 7 ദിവസം കൊണ്ട് നിരവധി ചോദ്യങ്ങൾ കെജ്രിവാളിന്റെ നേർക്ക് ED ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ കൊടുത്തതും കസ്റ്റഡിയിൽ വാങ്ങിയതും. ആ തെളിവുകൾ ശേഖരിക്കുന്നതിനും ചോദ്യങ്ങൾക്ക് തക്കതായ ഉത്തരം ലഭിക്കുന്നതിനും ഓരോ അന്വേഷണ ഏജൻസിക്കും അവരുടേതായ ചില നടപടിക്രമങ്ങളുണ്ട്. അത് ലോക്കൽ പോലീസ് മുതൽ മുകളിലോട്ട് CBI, ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്കും അവരുടേതായ ചോദ്യങ്ങൾ ചെയ്യുന്നതിനുള്ള ചോദ്യമുറകളും അത് ശരിയായ ഉത്തരം ലഭിക്കത്തക്ക നിലയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ആ നിലയിലേക്ക് ആ പ്രതിയെ കൊണ്ടെത്തിക്കുന്നതിനുമുള്ള പ്രത്യേക കഴിവുകൾ, പ്രത്യേക പഠനങ്ങൾ, പ്രത്യേക പാഠവങ്ങൾ സിദ്ധിച്ചിട്ടുള്ളവരാണ് ഈ പറയുന്ന അന്വേഷണ ഏജൻസികളെല്ലാം. അതുകൊണ്ടാണ് ചില കേസുകൾ ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് തെളിയാതെ വരുന്ന കേസുകൾ, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് തെളിയാതെ വരുന്ന കേസുകൾ, CBI അന്വേഷിക്കുമ്പോൾ ആ കേസ് തെളിയുന്നതും യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയും ചെയ്യുന്നത്. അതെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പ്രത്യേകതകളാണ്. ആ നിലയിലാണ് കെജ്രിവാളിനെ 7 ദിവസം EDയുടെ കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ 7 ദിവസം കഴിയുമ്പോൾ ED കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ അരവിന്ദ് കെജ്രിവാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ, അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നെല്ലാം വ്യക്തമായി കണ്ടെത്താൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിലുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്ന പരസ്പരം ഈ 2 ധ്രുവങ്ങളിൽ നിന്ന് പരസ്പരം പോരാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി സമരമുഖത്ത് വന്നു എന്നുള്ളതാണ്. അത് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷത്തിന് ചുറ്റും നിൽക്കുന്ന കക്ഷികളായാലും കോൺഗ്രസിന് ചുറ്റും നിൽക്കുന്ന കക്ഷികളായാലും ഇരു പക്ഷത്ത് നിൽക്കാത്ത കക്ഷികളായാലും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ ആ അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്, ആ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സമരരംഗത്ത് വരികയും കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിൽ സമരങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പരസ്പരം യോജിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വെവ്വേറെയാണ് സമരങ്ങൾ നയിച്ചത്. ഇനി അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മദ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ നേരെ ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. മദ്യമേഖലയിലെ അഴിമതിയെ കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും ജയിലിലടയ്ക്കപ്പെടും. കേരളത്തിൽ മദ്യരംഗത്ത്, വ്യവസായ രംഗത്ത് അഴിമതി നടത്താത്ത രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളുടെ പേര് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം
രാഷ്ട്രീയ നേതാക്കൾക്ക് അഴിമതി നടത്തുന്നതിന് വേണ്ടുന്ന പരവതാനി വിരിച്ചുകൊണ്ടാണ് മദ്യ വ്യവസായികൾ, മദ്യ കച്ചവടക്കാർ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻസികൾ, അത് ഇടനിലക്കാർ ഒക്കെ പണം സമ്പാദിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, മദ്യ വ്യവസായ മേഖലയിൽ, മദ്യ കച്ചവട രംഗത്ത് അഴിമതികൾ, അത് ലേലം ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അത് അനുവദിക്കുന്ന വാർഡ് ലൈസൻസ് അനുവദിക്കുന്ന രീതിയെ കുറിച്ച്, അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ച് സത്യസന്ധമായി ഒരു അന്വേഷണം നടത്തിയാൽ ഒട്ടുമുക്ക രാഷ്ട്രീയ നേതാക്കന്മാരും അരവിന്ദ് കെജ്രിവാളിനെ പോലെ ജയിലിൽ അടയ്ക്കപ്പെടും. അത് ഇന്ത്യയിൽ ആകമാനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ വിശേഷിച്ചും എടുത്തു പറയേണ്ട കാര്യമില്ല. മദ്യത്തിന്റെ ഗന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൈയും ഇന്നുണ്ടാവില്ല. ഇവിടെ പടുത്തുയർത്തിയിരിക്കുന്ന പാർട്ടി ഓഫീസുകളുടെ മദ്യത്തിന്റെ ഗന്ധമുണ്ട്, കള്ളപ്പണത്തിന്റെ ഗന്ധമുണ്ട്, അഴിമതിയുടെ ഗന്ധമുണ്ട്. അക്കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട്, അതെല്ലാം ജനങ്ങളങ്ങ് സ്വയമേ മറക്കുന്നത് കൊണ്ടും അതിലേക്ക് വളരെ വിശദമായി ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി കാലാവധിക്ക് ശേഷം കസ്റ്റഡി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഏതെല്ലാം നിലയിലാണ് അഴിമതി നടത്തിയിരിക്കുന്നത്, ഏതെല്ലാം നിലയിലാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതിന്റെ എല്ലാം ഏകദേശ വസ്തുതകൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പ്രധാനമായും മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ ഇ പി ജയരാജൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് BJP നേതാവിന്റെ റിസോർട്ടുമായിട്ട് ബന്ധമുണ്ട്, അതിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അതിൽ ഷെയർ ഉണ്ട്, ഓഹരിയുണ്ട് എന്ന് ആദ്യം പുറത്തു പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. ആദ്യം നിഷേധിച്ചു. അതിന്റെ തെളിവുകൾ ചിലത് പുറത്തു വിട്ടതോടുകൂടി ഭാര്യയ്ക്ക് ആ റിസോർട്ടിൽ ഷെയർ ഉണ്ടെന്ന് ഇടതുമുന്നണി കൺവീനർ സമ്മതിച്ചു. ഇത് മുസ്ലിം ലീഗിന്റെ നേതാവോ കോൺഗ്രസിന്റെ നേതാവോ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ ഏതെങ്കിലും ബഹുശാ പാർട്ടിയുടെ നേതാവിന്റെ നേർക്കല്ല അഴിമതി വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസം ലെനിനിസത്തിൽ വിശ്വസിക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ മുന്നണി പോരാളിയായ പാർട്ടിയുടെ നേതാവിന്റെ പേർക്കാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വാർത്താ പ്രാധാന്യം ലഭിച്ചതും അതിനെക്കുറിച്ച് ജനങ്ങൾ സാധാരണക്കാരെ ചർച്ച ചെയ്യപ്പെടുകയും അത് വളരെ ആഴത്തിൽ സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ, ചുമട് ചുമക്കുന്നവന്റെയും ഭാരം വലിക്കുന്നവന്റെയും കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും അതുപോലുള്ള അധ്യാപകന്റെയും NGOയുടെയും യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ മനസ്സിൽ അത് ആഴത്തിൽ തളച്ചത്. അവരെല്ലാം അതിനെക്കുറിച്ച് തിരിച്ചും മറിച്ചും ചിന്തിക്കുന്നുണ്ടാവും. അതിന്റെ വഴിക്ക് വിട്ടുകൊണ്ട് കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി കേരളത്തിൽ അടുത്ത മാസം 26-ാം തീയതി ലോകസഭയിലേക്കുള്ള 20 ലോകസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും 3 മുന്നണികളാണ് മത്സരരംഗത്തുള്ളത്. ഒന്ന്, എത്രയോ പതിറ്റാണ്ടുകൾ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഒരു വശം. മറുഭാഗത്ത് ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന BJP, ഭാരതീയ ജനതാ പാർട്ടി. ആ BJP നേതൃത്വം കൊടുക്കുന്ന NDA, നാഷണൽ ഡെമോക്രാറ്റിക്
അലയൻസ്, ദേശീയ ജനാധിപത്യ സഖ്യം ഒരു വശത്ത്, മറ്റൊരു വശത്ത് CPIM, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. ഈ മൂന്ന് മുന്നണികളാണ് പ്രധാനമായും കേരളത്തിൽ മത്സരരംഗത്തുള്ളത്. അതിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്നത് പല സ്ഥലങ്ങളിലും UDFും LDFുമാണ്. അങ്ങനെ നിന്നുകൊണ്ടുള്ള മത്സരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടത്തുമ്പോൾ എവിടെയോ ചിലത് മൂടി വയ്ക്കപ്പെടുന്നു. അതായത് അഴിമതിയെക്കുറിച്ച് പറയാൻ മൂന്ന് മുന്നണിക്കും ഭയമാണ്. കാരണം അഴിമതി നടത്തിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അവർക്കത് തുറന്ന് പറയുന്നതിന് പരിമിതികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുടെ ഭാര്യയ്ക്ക് BJP നേതാവിന്റെ റിസോർട്ടിൽ ഓഹരിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തിയെങ്കിലും അത് പൂർണ്ണ രൂപത്തിൽ വെളിപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ധൈര്യപ്പെടുന്നില്ല. കാരണം പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയിലും ഇതുപോലുള്ള ഓഹരി വാങ്ങിയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. എല്ലാ രംഗത്തും അഴിമതി നടത്തിയിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ചും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട്. അത് പല ഘട്ടങ്ങളിലും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുമുണ്ട്. മറിവ് ജനത്തിന്റെ കൂടപ്പുറപ്പായതുകൊണ്ട് കുറെ കഴിയുമ്പോൾ അതങ്ങ് മറക്കുകയും മീഡിയകൾ, മാധ്യമങ്ങൾ അത് ബോധപൂർവമല്ലാതെ മറക്കുകയും ചെയ്യപ്പെടുന്നതുകൊണ്ട് അതൊന്നും വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന അഴിമതി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടക്കുന്നു. എല്ലാ രംഗത്തും അഴിമതിയില്ലാത്ത ഒരു രംഗത്തിന്റെ പേര് പോലും പറയാനില്ലാത്ത ഒരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. അതിനെതിരെ പലപ്പോഴും പലരും ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പൂർവാധികം ഭംഗിയായി അഴിമതിയും കൈക്കൂലിയും ഒക്കെ കെട്ടിപ്പിടഞ്ഞുകൊണ്ട് അത് വീപത്സ രൂപം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സർക്കാർ ഓഫീസുകളിൽ അഴിമതിക്കെതിരെ അണിചേരൂ എന്ന പഴയ ഒരു പോസ്റ്റർ പല ഓഫീസുകളിലും കാണാം. ഒരു യുവജന സംഘടന ഒട്ടിച്ചതാണ്. ആ യുവജന സംഘടന അതിനെതിരെ സൃഷ്ടിപരമായി ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അങ്ങനെ പല കാര്യങ്ങളിലും. അതുകൊണ്ടാണ് ഇവിടെ അഴിമതിയും തഴച്ച്, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തഴച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഇലക്ട്രോൾ ബോണ്ടുകൾ, ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ പേരുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബോണ്ട് വാങ്ങി വഴി കോടികളുടെ ബോണ്ട് വാങ്ങി കൂട്ടിയ രാഷ്ട്രീയ ആരും അതിൽ നിന്ന് മോചിതരല്ല. ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദ്രാവിഡ മുന്നേറ്റ ഘടകം, അതുപോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കോടിക്കണക്കിന് രൂപയുടെ ബോണ്ടാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതിനെതിരെ ഒരു നടപടിയും എങ്ങും സ്വീകരിച്ചതായി കേട്ടറിവില്ല. അവിടെയെല്ലാം നിയമ തടസ്സം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്തായാലും ഒരു നിയമ നടപടിയും അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധ ശബ്ദം പോലും ഉയർന്നു വന്നിട്ടില്ല. കാര്യം ആ ബോണ്ട് വാങ്ങി കൂട്ടിയവരിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിൽ ആർക്കെല്ലാം എത്ര സീറ്റ് വീതം കിട്ടും എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഉത്തരം പറയുക? വ്യക്തമായ ഉത്തരം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. എങ്കിലും
കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ആലപ്പുഴ സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട ഇടതുപക്ഷ മുന്നണിക്ക് അതിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസവും സംസാരവും. കഴിഞ്ഞ വർഷം ലഭിച്ച ഒരു സീറ്റിൽ നിന്നും ഇടതുപക്ഷ മുന്നണി 4 or 5 സീറ്റുകളിലേക്ക് ഉയരാം എന്നാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ. ആ അഭിപ്രായങ്ങളിൽ നിന്നും വായിച്ചെടുത്തത്. ബി ജെ പി മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരു സീറ്റ് കിട്ടും എന്നുള്ള ഒരു അഭിപ്രായം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. കിട്ടാം എന്നേ വന്നിട്ടുള്ളൂ. അങ്ങനെ 5 സീറ്റ് എൽ ഡി എഫിനും 1 സീറ്റ് ബി ജെ പിക്കും പോയാൽ ശേഷിക്കുന്ന 14 സീറ്റുകൾ കോൺഗ്രസ് മുന്നണിക്കാണ്. അതിൽ 2 സീറ്റ് മുസ്ലിം ലീഗിന്റെ സ്ഥിരം സീറ്റുകളാണ്. അതിലാരും കൈവച്ചിട്ട് കാര്യമില്ല. അവര് ജയിച്ചാൽ ഒരു പ്രാവശ്യം ഒഴിച്ച് ഒരു പ്രാവശ്യം ടി കെ ഹംസ അവിടെ നിന്ന് അത് മുസ്ലിം ലീഗിന്റെ സ്ഥിരം സീറ്റ് പിടിച്ചെടുത്തത് ഒഴിച്ചാൽ പിന്നെ എല്ലാ പ്രാവശ്യവും ആ 2 സീറ്റുകൾ മലപ്പുറത്തെ 2 സീറ്റുകൾ മുസ്ലിം ലീഗിന്റെ വകയാണ്. എന്തായാലും ഏപ്രിൽ 26 പോളിംഗ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെയും 10-40 ദിവസം കാത്തിരുന്ന് അതിന്റെ വിജയിച്ചതാരെന്നറിയാൻ കഴിയും. അതുവരെ കാത്തിരിക്കുകയല്ലാണ്ട് വേറെ യാതൊരു മാർഗവും ഇല്ല. പിന്നെ അവസാനമായി പറയാനുള്ളത് ഈ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കലാമണ്ഡലം സത്യഭാമ ഉന്നയിച്ച ചില ആരോപണങ്ങളാണ്. ക്ലാസിക് ശാസ്ത്രീയ നൃത്തങ്ങൾ അത് അവതരിപ്പിക്കുന്നത് വെളുപ്പ് നിറമുള്ളവരായിരിക്കണം എന്നുള്ള ഒരു വാദം സംഭാഷണമധ്യേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. വർണ്ണവ്രിയൻ ഭരണത്തിനെതിരെ, അവരുടെ നീചമായ പ്രവർത്തിക്കെതിരെ ലോകത്തെമ്പാടും തീഷ്ണമായ സമരങ്ങൾ ജനങ്ങൾ നടത്തുകയും ആ വർണ്ണവ്രിയൻ ഭരണത്തെ എല്ലാം ഉടച്ച് കളയുകയും ചെയ്ത ചരിത്രമാണ് ലോക ചരിത്രം പഠിക്കുന്നവർക്ക് ലഭിക്കുന്ന അറിവ്. വെളുത്തവരും കറുത്തവരും തമ്മിലുള്ള അന്തരം, അവർ തമ്മിലുള്ള നീരസം, വെളുത്തവർ കറുത്തവർക്കെതിരെ പലപ്പോഴും തുടുത്തുവിടുന്ന ഒളിയമ്പുകൾ, അവരെ അവഹേളിക്കുന്ന ചരിത്ര സംഭവങ്ങൾ, പൊതുവേദികളിൽ അവരെ അകറ്റി നിർത്തുന്ന സംഭവങ്ങളെല്ലാം ലോകത്ത് പലയിടങ്ങളിലും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ത്യയിലും കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പന്തിയിൽ നിന്ന് ഊണ് വിളമ്പിയ ഒരു വിവാദത്തിന് സദ്യ ഉണ്ണാൻ ചെന്നിരുന്ന ക്ഷണിക്കപ്പെട്ട അതിഥിയായ കുമാരനാശൻ സദ്യ ഉണ്ണാൻ ചെന്നിരുന്നപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം അങ്ങ് എഴുന്നേറ്റു. കാര്യം അവിടെ ജാതി വ്യത്യാസത്തിന്റെ പേരിലാണ്. ഒരേ ജാതിയിൽ പെട്ടവരാണെങ്കിൽ തന്നെയും വിവാദം നടത്തുന്ന കുടുംബക്കാരും കുമാരനാശന്റെ കുടുംബവും തമ്മിൽ ഒരു പടി താഴെയാണ് കുമാരനാശന്റെ കുടുംബം ജാതിയിൽ. അത് ആ കാലഘട്ടം നൂറ്റാണ്ടിന് മുമ്പ് നടന്ന സംഭവമാണ്, കേരളത്തിൽ നടന്ന സംഭവമാണെന്ന് വെക്കുക. അതിന്റെ മറ്റൊരു രൂപത്തിൽ ഇന്നും വളരെയധികം പുരോഗമനപരമായി ചിന്തിക്കുന്ന ജനങ്ങളാണ് കേരളീയർ, മലയാളികൾ എന്ന് അഭിമാനിക്കുമ്പോഴും സാക്ഷരത 100% നടപ്പിൽ വരുത്തി എന്ന് പറയുമ്പോൾ ഇന്നും ഇതുപോലുള്ള ഒരിക്കലും അംഗീകരിക്കാനാവാത്ത മനുഷ്യർ തമ്മിലെ വേർതിരിവ്
നിറത്തിന്റെ പേരിലുള്ള വേർതിരിവ്, അതിന്റെ അയിത്തം, അതിന്റെ അകൽച്ച ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു. ചില മനസ്സുകളിൽ അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിന് അവസാനത്തെ ഉദാഹരണമാണ് ശ്രീമതി കലാമണ്ഡലം സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവരുടെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തു കഴിഞ്ഞു. ആ കേസ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇത്തരം ഇടുങ്ങിയ മനസ്സുമായി കലാകാരന്മാര്, സാഹിത്യകാരന്മാരൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സാഹിത്യരംഗം, കലാരംഗം എല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിൽ ഒതുങ്ങി നിന്ന കാലഘട്ടമുണ്ട്. ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പെടുത്താൽ പൂർണ്ണമായും അത് ചില കൊട്ടാരത്തിനകത്തും നാലുകെട്ടിനകത്തും ഒക്കെ ഒതുങ്ങി നിന്ന കലകൾ, സാഹിത്യങ്ങൾ അതെല്ലാം പുറത്തു കൊണ്ടുവരികയും അതെല്ലാം വയലേലകളിലും അതുപോലെ തന്നെ മീൻ പിടിക്കുന്നവരെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഇടയിലുമൊക്കെ ആ കലാ സാഹിത്യങ്ങൾ വളർന്നു വന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നും അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയായി നിലനിൽക്കുമ്പോൾ തന്നെ അതിനെല്ലാം കറുപ്പ് കുത്തുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നു. അത് ഉണ്ടാവാതിരിക്കാൻ, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് പുരോഗമന ചിന്താഗതിക്കാർ ആലോചിക്കേണ്ടത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നടനമൂർത്തി എന്നറിയപ്പെടുന്ന പരമശിവൻ, ശിവൻ, ആ ശിവന്റെ നിറം എന്താണ്? സാങ്കല്പ്യമാണെങ്കിൽ ഒരുപക്ഷെ അത് സാങ്കല്പ്യമാണെങ്കിൽ പോലും ശിവന്റെ നിറം കറുപ്പല്ലേ? ജടയും വളരെ അറപ്പ് തോന്നിക്കുന്ന ഒരു രൂപമല്ലേ ശിവന്റെ? ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും നിറം നീല കലർന്ന കറുപ്പല്ലേ? അവരെ എങ്ങും മാറ്റി നിർത്തുന്നില്ലല്ലോ. മാത്രമല്ല ദൈവങ്ങളെല്ലാം പരമശിവനായാലും ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും അതുപോലുള്ള പാണ്ഡവരെ എടുത്തു നോക്കിയാലും കൗരവരെ എടുത്തു നോക്കിയാലും അവരെല്ലാം വളരെ പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിൽ ജനിച്ചു വളർന്നവരാണെന്ന് ഇത് പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതെല്ലാം ചിന്തിക്കണമെന്നാണ് ഇപ്പോഴും നിറത്തിന്റെ കാര്യത്തിൽ മനസ്സിലെ അഴുക്ക് നിലനിൽക്കുന്നവരാണ്. കടികളയുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ കൂടി പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ ശാസ്ത്രീയമായി പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ വോട്ടർമാരെ, സാധാരണ സമ്മതിദായകരെ, സാധാരണ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഭക്ഷ്യ ഉൽപാദനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമാണ്. മാവേലി സ്റ്റോറുകളിലും അതുപോലുള്ള സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റുകളിലെല്ലാം ഭക്ഷ്യവസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല. കിട്ടുന്ന സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചിരിക്കുന്നു. അതോടെ തന്നെ 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക 1 മാസം കൊടുത്തു, ഇനിയും 6 മാസ പെൻഷൻ കൊടുക്കാനിരിക്കുന്നു. ഇതൊക്കെ അല്ലേ കൊടുത്തു തീർക്കേണ്ടത്? കാരണം മാസം 1600 രൂപ പെൻഷൻ വാങ്ങുന്നത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരല്ല, അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ നിന്നും പെൻഷൻ പറ്റിയവരല്ല, പ്രമാണിത കുടുംബത്തിൽ ജനിച്ചു വളർന്നവരല്ല, സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നവരല്ല, മുതലാളിത്ത കുടുംബത്തിൽ ജനിച്ചു വളർന്നവരല്ല. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, സമയം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുഴിയിൽ കാലിൽ നീട്ടിയിരിക്കുന്ന ആ ഒരു കാലഘട്ടം, ഒരു സമയം. ആ സമയത്ത് അത്യാവശ്യം വേണ്ടുന്ന മരുന്ന് വാങ്ങുന്നതിനെങ്കിലും കിട്ടുന്ന 1600 രൂപ അത് കൊടുക്കാതിരിക്കുന്നത് എത്ര മനുഷ്യത്വരഹിതമാണ്. ഈ 1600 രൂപ വാങ്ങിയിട്ട് വേണം മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുവന്ന് കടത്തിന് വാങ്ങിച്ച മരുന്നിന്റെ കടം തീർക്കാനും
അവിടെ നിന്ന് വീണ്ടും മരുന്നുകൾ വാങ്ങിക്കാൻ. അങ്ങനെ കഴിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. അവരെ കുറിച്ചെല്ലാം ഏത് ഭരണാധികാരിയായാലും, ഏത് ഇസത്തിന്റെ പേരിലുള്ള ഭരണാധികാരികളായാലും അവരുടെ ക്ഷേമ പെൻഷൻ എന്തെല്ലാം മുടങ്ങിയാലും ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുക എന്നുള്ളത് അത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ഇത് അവർക്ക് സൗജന്യമായി കൊടുക്കുന്നതാണെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റപ്പെടണം. ഇത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ജീവിതത്തിന്റെ സൗന്ദര്യമുള്ള സമയം മുഴുവൻ, ആരോഗ്യമുള്ള സമയം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി പാടത്തും പുരയിടത്തിലും അതുപോലുള്ള കാർഷിക വ്യവസായ മേഖലകളിലെല്ലാം പണിയെടുത്ത് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അത്യാവശ്യം ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള മരുന്ന് വാങ്ങുന്നതിന് മാത്രം കഴിയുന്ന ഈ ക്ഷേമ പെൻഷൻ തുക അത് ഒരിക്കലും മുടക്കം വരുത്താതെ അതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് മറ്റെന്തെല്ലാം മുടങ്ങിയാലും ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം, ഒരു നടപടി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്നൊരു പ്രോഗ്രാം ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.